ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. പ്രതാപവർമ്മ രാജുവിനെ വിളിക്കുന്നുണ്ട്. രാജു ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ സാർ എന്നും പറഞ്ഞ് ഓടി വരുവാണ് രാജു. ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അനുസരിക്കുവോ? അനുസരിക്കും സാറേ. ഞാൻ എന്ത് പറഞ്ഞാലും നീ അനുസരിക്കുവോ? സാർ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. മാറ്റമില്ലല്ലോ. ഇല്ല സാറേ, സാറിന് വേണ്ടി മരിക്കാൻ പറഞ്ഞാലും ഞാൻ മരിക്കും. നീ മരിക്കുവൊന്നും വേണ്ട, നീ ജീവിച്ചാൽ മതി. ശരി, എന്നാ നീ ഇനി പോയിക്കോ എന്ന് പറയുമ്പോൾ രാജു ഒന്നും മനസ്സിലായില്ലെങ്കിലും രാജു അങ്ങ് പോവുകയാണ്. അപ്പോൾ മറുവശത്ത് വേണുവേട്ടൻ ഇതെല്ലാം ഇങ്ങനെ ഫോണിൽ കൂടെ കേട്ടോണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ വേണുവേട്ട കേട്ടല്ലോ, അപ്പോൾ നമ്മുടെ മക്കളുടെ വിവാഹം അങ്ങ് ഉറപ്പിക്കാം എന്നിങ്ങനെ സന്തോഷത്തോടെ പ്രതാപം പറയുമ്പോൾ വേണുവേട്ടൻ പറയുക, സാറേ, ഞങ്ങൾ സാമ്പത്തികമായിട്ട് വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്നതാണെന്ന്, ആ ഒരു ബുദ്ധിമുട്ടേ ഞങ്ങൾക്കുള്ളത് എന്നൊക്കെ പറയുമ്പോൾ പ്രതാപം പറയുന്നു, എൻ്റെ വേണുവേട്ടനും രാജുവൊക്കെ ഞങ്ങൾക്ക് ആരാ? വേണുവേട്ടൻ പണ്ട് മുതലേ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നു. അതുപോലെയാണ് രാജു ഇപ്പോൾ. വലിയ സന്തോഷം സാറേ എന്ന് വേണുവേട്ടൻ പറയുമ്പോൾ, അയ്യോ എൻ്റെ വേണുവേട്ട, ഇനിയെങ്കിലും ഈ സാറേ എന്നുള്ള വിളി അങ്ങ് നിർത്തിക്കൂടെ? അയ്യോ അത് വേണ്ട. രാജു ആദരിക്കുന്ന ഒരു മന്ത്രി ആയതുകൊണ്ട് മാത്രമല്ല, ഞങ്ങൾ സ്നേഹിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ് പ്രതാപവർമ്മ സാറ്. അപ്പോൾ ശരി വേണുവേട്ട, ഇനി നമ്മളെല്ലാം തീരുമാനിച്ച പോലെ കാര്യങ്ങൾ നടക്കട്ടെ എന്നും പറഞ്ഞ് പ്രതാപൻ ഫോൺ കട്ട് ചെയ്യുവാണ്. വേണുവേട്ടനാണെങ്കിൽ ഒരു സ്വർഗം തന്നെ കൈയടക്കിയ സന്തോഷം. അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ് വേണുവേട്ടൻ്റെ ഹൃദയമോള് രാജുവിൻ്റെ ഭാര്യയായിട്ട് വരുന്നതിൽ ഇതിപ്പോൾ ഒരു സന്തോഷം വേണുവേട്ടനുണ്ടോ? ഹാളിലിരുന്ന് അംബിക എന്തൊക്കെയോ ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ശേഖരനും യാമിനിയും അപ്പുവും ഹൃദയം കൂടെ മുകളിൽ നിന്ന് എന്തൊക്കെയോ വർത്തമാനം പറഞ്ഞ് ചിരിച്ചുകൊണ്ട് വരുവാണ്. ആ സമയത്ത് പ്രതാപനും അങ്ങോട്ട് കയറി വരുന്നുണ്ട്. പ്രതാപൻ വളരെ സന്തോഷത്തിലാണ്. പറയുന്നു, എല്ലാവരും ഉണ്ടല്ലോ. ആ ചേച്ചി, എല്ലാവരോടുമായിട്ട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. എന്തുവാ പ്രതാപ എന്നിങ്ങനെ അംബിക ചോദിക്കുമ്പോൾ പ്രതാപൻ പറയുക, യാമിനി, അമ്മയും കൂടെ ഒന്ന് വിളിക്കാവോ? ഈ കാര്യം പറയുന്നതിന് മുമ്പ് അമ്മയും കൂടെ ഇവിടെ വേണം. അപ്പോൾ യാമിനി, വിളിക്കാൻ ചേട്ടാ എന്നും പറഞ്ഞ് യാമിനി സരസ്വതി അമ്മയെ വിളിക്കാൻ പോവുകയാണ്. പ്രതാപൻ പറയാൻ പോന്ന വലിയ കാര്യം എന്താന്ന് അറിയാഞ്ഞിട്ട് അംബികയ്ക്ക് തീരെ ഇരിക്കപ്പെടുത്തിയില്ല. എന്താ പ്രതാപ കാര്യം? അത് അമ്മയും കൂടി ഇങ്ങോട്ട് വന്നോട്ടെ ചേച്ചി. അപ്പോൾ ഋതിക അവിടുന്ന് അങ്ങോട്ട് മാറിപ്പോവാണ്. അത് കണ്ടോണ്ട് പ്രതാപൻ പറയാ, ഋതുമോൾ എവിടെ പോവാ? നീയും കൂടെ കേൾക്കാനുള്ള കാര്യമായി പറയുന്നത്. ഋതുമോളെന്ന പ്രതാപൻ വിളിച്ചത് കേട്ടപ്പോഴേ അംബിക അങ്ങ് ഞെട്ടിപ്പോയി. അതുപോലെ തന്നെയാണ് ഋതികയ്ക്ക്. അയ്യോ, എൻ്റെ അച്ഛൻ എന്നെ ഋതുമോളെന്ന് വിളിച്ചല്ലോ. ആ സന്തോഷത്തിൽ ഋതികയും ഇങ്ങനെ വായുമ്പളന്ന് ഇങ്ങനെ നിൽക്കുവാണ്. യാമിനി സരസ്വതി അമ്മയെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഋതികയെ ഋതുമോളെന്ന് വിളിച്ചതും അമ്മായിയമ്മ വരുമ്പോൾ മരുമകൻ്റെ ഒരു റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ കാണുമ്പോൾ അംബികയ്ക്ക് അങ്ങ് ചൊറിച്ചിൽ വരിക. അംബിക ഇങ്ങനെ കണ്ണും തുറച്ച് പല്ലും കടിച്ചിങ്ങനെ പ്രതാപനെ നോക്കി നിൽക്കുവാണ്. പ്രതാപൻ സരസ്വതി അമ്മയോട് പറയുന്നു, അമ്മേ, ഋതുമോളുടെ വിവാഹത്തെക്കുറിച്ച് പറയാനാ ഞാൻ അമ്മയെ വിളിച്ചത്. അത് കേൾക്കുമ്പോൾ ഋതികയുടെ മുഖത്തെ സന്തോഷം അങ്ങ് മറയുവാണ്. ദൈവമേ, അച്ഛൻ ആരെയാണ് ഇനി കണ്ടുവച്ചിരിക്കുന്നത്? ഞാൻ എന്ത് ചെയ്യും എന്നിങ്ങനെ വിഷമിച്ചാണ് നിൽക്കുന്നത്. ശേഖരൻ്റെയും യാമിനിയുടെയും അപ്പൂൻ്റെയും ഒക്കെ മുഖത്ത് ഒരു ടെൻഷനുണ്ട്. എന്തായിരിക്കും പറയാൻ പോകുന്നത്? പെട്ടെന്ന് അംബിക ചോദിക്കുക, വിവാഹം എന്ന് വെച്ചാൽ എവിടുന്ന് വന്നതാ പ്രതാപ പ്രപ്പോസല്? അത് ചേച്ചി, വേറെ ആലോചനകളൊന്നും അല്ല. വേണുവേട്ടൻ ഇപ്പം എന്നെ വിളിച്ചിരുന്നു, രാജുവിൻ്റെ അച്ഛൻ. രാജുവും ഋതികയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നും അവരുടെ വിവാഹം നടത്തിയാലോ എന്നൊരാഗ്രഹമൊക്കെ എന്നോട് പ്രകടിപ്പിച്ചു. അതങ്ങോട്ട് കേട്ടപ്പോൾ അത്രയും നേരം വാടിയിരുന്ന ഋതികയുടെ മുഖം അങ്ങ് മലർന്ന് ശേഖരനും യാമിനിക്കും അപ്പൂനും ഒക്കെ സന്തോഷം വരുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം തകിടം മറിച്ചുകൊണ്ട് അംബിക ഒരു കൊട്ട മുഖം അങ്ങോട്ട് വീർപ്പിക്കാൻ തുടങ്ങി. അംബികയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതിന് ഇഷ്ടമാണെന്ന് ആര് പറഞ്ഞു? അത് കേട്ടിട്ട് ശേഖരൻ പറയുക, രാജു പറഞ്ഞു കാണും അവൻ്റെ അച്ഛനോട്. അതുകൊണ്ടായിരിക്കുമല്ലോ വേണുവേട്ടൻ ചേട്ടനെ വിളിച്ചപ്പോൾ സംസാരിച്ചത്. അംബികയ്ക്ക് ഭൂമി തലകീഴാ മറിയുന്ന പോലെ തോന്നുവാണ്. പ്രതാപൻ സന്തോഷത്തോടെ ചിരിച്ചോണ്ട് പറയാണ്, എന്തായാലും ഋതികയ്ക്ക് രാജുവിനെ ഇഷ്ടമാണെന്ന് ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. രാജുവിനും ഇഷ്ടമാണ്. അവൻ എന്നോടുള്ള സ്നേഹം കൊണ്ട് അത് തുറന്നു പറയുന്നില്ലെന്നേ ഉള്ളു. ഞാൻ അമ്മയോട് ചോദിക്കാതെ ഒരു തെറ്റ് ചെയ്തു എന്നിങ്ങനെ സരസ്വതി അമ്മയോട് ചോദിക്കുമ്പോൾ സരസ്വതി അമ്മ ചോദിക്കുന്നു, എന്ത് തെറ്റ് ചെയ്തു പ്രതാപൻ? രാജുവും ഋതികയും തമ്മിലുള്ള കല്യാണം നടത്തി കൊടുക്കാമെന്ന് ഞാൻ വേണുവേട്ടന് വാക്ക് കൊടുത്തു. അയ്യോ, അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴേ നമ്മുടെ ഋതിക ആകാശത്തോളം പറന്നുയർന്ന പോലാണ് അവിടെ നിപ്പ്. ഭയങ്കര സന്തോഷം. അംബികയാണെങ്കിൽ ഭൂമി വളർന്നതാണ്ട് പാതാളത്തിലോട്ട് പോകുന്ന പോലെ നിൽക്കുന്നു. സരസ്വതി അമ്മ പറയുക, പ്രതാപൻ ചെയ്തത് തെറ്റല്ല, അതൊരു വലിയ ശരിയാണ്. അംബികയ്ക്ക് പൊള്ളിയിട്ടും നീറിയിട്ടും നിൽക്കാൻ വയ്യ. അംബിക പറയുക, പ്രതാപ, നമ്മുടെ കുലമഹിമയ്ക്കും അന്തസ്സിനും ചേരുന്ന ഒരു വിവാഹമാണോ ഇത്? അന്തിക്കഞ്ഞിക്ക് പോലും വകയില്ലാത്ത വാടകയ്ക്ക് താമസിക്കുന്ന ഒരു ഡ്രൈവറുടെ മകൻ. അല്ല പ്രതാപ, ഈ തറവാടിന്റെ കാര്യം അങ്ങ് വിട്ടേരെ. സൂര്യമംഗലം തറവാടിന് ചേർന്നതാണോ ഈ ഒരു വിവാഹം?
അംബികയുടെ വക്രബുദ്ധി എല്ലാവർക്കും മനസ്സിലായി. പെട്ടെന്ന് സരസ്വതി അമ്മ പറയുക, സൂര്യമംഗലം തറവാട്ടേലിട്ട് തള്ളണ്ട കേട്ടോ അംബികയെ. അതുകൊണ്ട് അംബിയെ അങ്ങ് വിട്ടേരെ. അതെ, എന്റെ തറവാടാ. ഞങ്ങളാരും അങ്ങനെ മനുഷ്യരെ തരംതിരിച്ച് കാണാറില്ല. പിന്നെ വേണുവിന്റെ ജോലി ഡ്രൈവർ ആയിരിക്കാം. അതുകൊണ്ടെന്താ, രാജുവിനെ പോലെ വേണു ഞങ്ങളുടെ തറവാട്ടിലെ ഒരു അംഗമായിരുന്നു. കലി കൊണ്ട് നമ്മുടെ സരസ്വതി അമ്മ പറയുക, ഒരു കുലമഹിമയും കൊണ്ട് വന്നിരിക്കുന്നു. അത് കേട്ടിട്ട് നമ്മുടെ ശേഖരൻ പറയുക, 2 ഏത്തക്കൊല വെട്ടി തോളത്ത് വെച്ചാ മതി, അപ്പൊ വരും കുലമഹിമ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് പ്രതാപം പറയുക, രാജു നമുക്ക് അന്യനൊന്നുമല്ല. ഋതിമോളും രാജുവായിട്ടുള്ള കല്യാണം മനോഹരമായിട്ട് അതിഗംഭീരമായിട്ട് തന്നെ നടത്തണം. ശ്വാസം എടുക്കാനോ വിടാനോ പോലും മറന്ന് കണ്ണും തള്ളി നിൽക്കുന്ന അംബികയെ നോക്കി പ്രതാപം പറയുക, ചേച്ചി, രാജുവിനോട് ചേച്ചിക്ക് എന്തെങ്കിലും വൈരാഗ്യമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതോടെ അങ്ങ് മറന്നേരെ. ശേഖര, ഇന്ന് മുതൽ നിന്റെ ജോലി ഇതായിരിക്കണം. മോളുടെ വിവാഹ കാര്യങ്ങൾ നോക്കുന്നു. ചേട്ടൻ ധൈര്യമായിട്ടിരിക്കും. ഇപ്പൊ മുതലേ തുടങ്ങിക്കഴിഞ്ഞു ചേട്ടാ. എല്ലാവരുടെയും മുഖത്ത് നല്ല സന്തോഷവും നല്ലൊരു ഉത്സവത്തിന്റെ പ്രതിവിധി തന്നെയാണ് അവിടെ നടക്കുന്നത്. സരസ്വതി അമ്മ ഋതികയെ വിളിച്ചിട്ട് പറയുന്നു, മോളിങ് അടുത്ത് വന്നേ. അമ്മാമ്മയുടെ വാക്ക് പാലിച്ച് മോക്ക് സന്തോഷമായില്ലേ എന്ന് പറയുമ്പോൾ അംബികയെ ഇങ്ങനെ സരസ്വതി അമ്മയെ ദേഷിച്ചിങ്ങനെ നോക്കുന്നുണ്ട്. ഈ പെണ്ണുമ്പിള്ളയായിരുന്നോ ഇതിനുള്ള കാരണങ്ങളൊക്കെ ഒപ്പിച്ചത്? അപ്പൊ ഋതിക മനസ്സിൽ പറയുന്നത്, അപ്പൊ അമ്മമ്മയാണ് ഇതിന്റെ പിന്നിൽ കളിച്ചതില്ലേ. ഋതിക സന്തോഷത്തോടെ സരസ്വതി അമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുവാണ്. യാമിനി, ഇനി കാര്യങ്ങളൊക്കെ ഉഷാറാക്കണം എന്നും പറഞ്ഞ ശേഖരനും യാമിനി അപ്പോടെ അങ്ങ് മുറിക്കകത്തോട്ട് കയറിപ്പോവാണ്. അംബികയോടെ നിന്ന് ദേഷിച്ച് മനസ്സിൽ പറയുക, എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാനിത് നടത്തത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളിങ്ങനെ ദേഷിച്ച് അവിടെ നിൽക്കുവാണ്. ആ സമയത്ത് ഋതിക സന്തോഷത്തോടെ ഫോൺ ചെയ്യുവാണ് നമ്മുടെ വേണുവേട്ടന്. ഹലോ അങ്കിളെ, ഞാൻ ഋതികയാ. ഓ ഋതിക മേഡം, എൻ്റെ അങ്കിളെ ആ മേഡം എന്നുള്ള വിളിയൊന്ന് നിർത്ത്, എനിക്ക് നാണമാകുന്നു. തൽക്കാലം അത് അങ്ങനെ ഇരിക്കട്ടെ ഋതിക മേഡം. വൈകാതെ വാത്സല്യത്തോടെ ഞാൻ എൻ്റെ മോളേന്ന് തന്നെ വിളിച്ചോളാം. അതിനുള്ള ഒരു താങ്ക്സ് പറയാനാ ഞാനിപ്പോ വിളിച്ചത്. എനിക്ക് മനസ്സിലായില്ലല്ലോ. അതെ, എൻ്റെ കല്യാണം ഉറപ്പിച്ചു. ആണോ? ഋതിക നാണത്തോടെ പറയുക, എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാരാണെന്ന് അറിയാവോ? എനിക്കെങ്ങനെ അറിയാനാ മേഡം? അറിഞ്ഞില്ലെങ്കിലേ എന്നാൽ അങ്കിൾ അറിഞ്ഞോ, മിസ്റ്റർ രാജു വേണുഗോപാൽ. അത് കേൾക്കുമ്പോൾ നമ്മുടെ വേണുവേട്ടനങ്ങ് പൊട്ടിച്ചിരിക്കുവാണ്. അയ്യോ, എന്നിട്ട് അവന്റെ അച്ഛനായ ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ. കള്ളം പറയല്ലേ അങ്കിളെ. അണിയറയിൽ അങ്കിളായിരുന്നെന്നൊക്കെ എനിക്ക് നല്ല കൃത്യമായിട്ട് അറിയാം. അതിനുള്ള താങ്ക്സ് പറയാനാ ഞാൻ അങ്കിളെ വിളിച്ചത്. താങ്ക്സ് അങ്കിളെ എന്നും പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അംബികയ്ക്ക് മുഴുപ്രാന്ത് പിടിച്ച് അവൾ മുറിക്കകത്ത് വന്ന് കാണുന്ന ബെഡ്ഷീറ്റും പില്ലോയും അവിടെ ഇരിക്കുന്നതൊക്കെ വാരി വലിച്ചെറിയ എന്തൊക്കെയോ പറയുക അലറുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശബ്ദവും കോലാഹലവും കേട്ടിട്ടാണെന്ന് തോന്നുന്നത്. ദീപക് അങ്ങോട്ട് ഓടി വന്നിട്ട്, എന്തോ അമ്മയെ കാണിക്കുന്നത്? നശിപ്പിച്ച് കളയും ഞാൻ എല്ലാത്തിനെയും. അമ്മ എന്താ പറ്റിയെന്ന് എന്നോട് പറയാമേ. എടാ, അത് നീ കേട്ടാലേ നീ ഇവിടെ പൊളിച്ചടുക്കുന്നതൊക്കെ അവിടെ ഇരിക്കട്ടെ. അമ്മ കാര്യം എന്താന്ന് വെച്ചാ പറ. എന്തുവാ കാര്യമൊന്നു പോലും അറിയാതെ എന്നോട് പൊളിച്ചെടുക്കുന്ന ഞാൻ എന്തോന്ന് പൊളിച്ചെടുക്കും? എടാ, അവളുടെയും കല്യാണം നടത്താനേ പ്രതാപന്റെ വക പച്ചക്കൊടി. അമ്മ ആരുടെ കല്യാണത്തിന്റെ കാര്യമായി പറയുന്നത്? എടാ, രാജുവിന്റെയും ഋതികയുടെയും. അമ്മ എന്തോ ഈ പറയുന്നത്? വല്യമ്മ സമ്മതിച്ചെന്നോ? ബ്രെയിൻ വാഷ് ചെയ്ത് അവനെ കൊണ്ട് സമ്മതിപ്പിച്ചതാ. ആ സരസ്വതി ഇതിനകത്ത് വലതുകാലി വെച്ച് വന്നപ്പോഴേ ഞാൻ ഇതൊക്കെ നടക്കുമെന്ന് തീരുമാനിച്ചതാ. വല്യമ്മാവനെ ആ കിഴവി കയ്യിലെടുത്തില്ലേ? കയ്യിലെടുക്കുന്ന എന്തിനാണ്? അവൻ ചെന്ന് കയ്യിലോട്ട് വീണു കൊടുക്കുവല്ലയോ. പ്രതാപൻ അമ്മായിയമ്മയുടെ വാക്കുകൾ കേൾക്കാൻ തുടങ്ങി. ഇത് ആപത്താ. ഭാര്യയുടെ വാക്ക് കേട്ട് ജീവിക്കാതിരിക്കാനാ അവളെ അവന്റെ ജീവിതത്തിൽ നിന്നും കുത്തിത്തിരിപ്പുണ്ടാക്കി ഞാൻ ഇവിടെ തുരത്തി ഓടിച്ചത്. പത്മാവതിയെ ഈ ഡിസ്ട്രിക്റ്റിൽ നിന്ന് തന്നെ നാട് കടത്തി. അവളെ അവന്റെ ശത്രുവാക്കി ഞാൻ മാറ്റി. അപ്പോഴാ ഒരു പുതിയ അവതാരമായിട്ട് അമ്മായിയമ്മ ഉടലെടുത്തിരിക്കുന്നത്. സൂര്യമംഗലത്തെ സരസ്വതി വർമ്മ തമ്പുരാട്ടി എന്നിങ്ങനെ പല്ല് കടിച്ച് പറയുമ്പം ദീപക് പറയാ, അമ്മയോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ അവരുടെ കാര്യം എന്നോട് വിട്ടേരുന്ന്. ഞാൻ അവരെ കൊട്ടേഷൻകാരെ കൊണ്ട് എപ്പോഴേ തീർത്താന്. അതിനെ നിന്നെപ്പോലെ ബുദ്ധിമോശം കാണിക്കുന്നവളല്ല ഈ അംബിക. അവരെ അങ്ങനെ അങ്ങ് എളുപ്പം തീർത്താലേ ശേഖരനും യാമിനിയും ഉറപ്പായിട്ടും നമ്മളുടെ നേരെ വിരല് ചൂണ്ടും. എന്നാലും അമ്മ ഈ മാരണത്തെ ഇവിടെ നിന്ന് ഒഴിവാക്കണമല്ലോ. എടാ, ഇപ്പൊ ആ മാരണത്തെ ഒഴിവാക്കുന്നതല്ല നമ്മുടെ പ്രശ്നം. ഈ കല്യാണം നടക്കാൻ പാടില്ല അമ്മ. ഈ കല്യാണം നടക്കത്തില്ല. രാജു ഋതിയെ താലി കെട്ടത്തില്ല. രാജുവേ പ്രതാപവർമ്മയെ കാണുന്ന ദൈവത്തിന്റെ സ്ഥാനത്താ. പ്രതാപം പറഞ്ഞു കഴിഞ്ഞാൽ രാജു പിന്നിനെ അനുസരിക്കാതിരിക്കത്തില്ല. പാലാട്ടി നടക്കുന്ന അനുസരണയുള്ള നായാണവൻ. അപ്പോൾ നമ്മൾ ഈ കല്യാണം നടക്കാതിരിക്കാൻ എന്താമേ ചെയ്യേണ്ടത്? എടാ, ഞാനും അത് തന്നെയല്ലേ ചിന്തിക്കുന്നത്. ഒരു ഗത്യന്തരമില്ലെങ്കിൽ ആ കടുങ്കൈ ഞാനങ്ങ് ചെയ്യും. എന്താ മാമേ ചെയ്യാൻ പോന്ന്? രാജുവിനെ ഞാനങ്ങ് തീർത്ത് കളയും.
അംബിക അങ്ങനെ പറയുമ്പോൾ ആ പൊട്ടൻ ദീപക് ആ മണുകുണാന്റെ മുഖത്ത് വരുന്ന ഒരു ചിരി കാണണം. എങ്ങനെ രാജുവിനെ തീർത്തു കഴിഞ്ഞാൽ, അമ്മയല്ലേ പറഞ്ഞത്, അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ചെയ്യുമല്ലോ. അപ്പോൾ രാജുവിനെ തീർത്തു കഴിഞ്ഞാൽ പിന്നെ ഋതിയുടെ കാര്യം ക്ലിയറായി. പിന്നെ ഞാൻ തന്നെ ആയിരിക്കും ഋതിയെ കെട്ടാൻ പോകുന്നത്. ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ മതിമറന്ന് അവനിങ്ങനെ പല്ലു വിളിച്ചങ്ങനെ നിൽക്കുവാണ്. വർമ്മയുടെ വീട്ടിലെ ഹാളിലിരുന്ന് വലിയ മുഖ്യമായ എന്തോ കാര്യം ഇങ്ങനെ ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുവാണ് രാജു. കൃതിക വലിയ സന്തോഷത്തോടെ ഹലോ എന്നും പറഞ്ഞ് രാജുവിൻ്റെ അടുത്തോട്ട് ചെല്ലുവാണ്. എന്താ രാജു, വർക്ക് ചെയ്യുവാണോ? വർക്ക് ചെയ്യുന്നത് മാഡത്തിന് കാണാൻ വയ്യേ, എന്താ ഇങ്ങനൊരു ചോദ്യം? അതൊന്നുമല്ല, വർക്ക് ലോഡ് കൂടുതലാണോ എന്ന് ചോദിച്ചതാ. ഇത് വർക്ക് ലോഡൊന്നും അല്ല മാഡം, എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. രാജു, ഇനി 24 അവേഴ്സും ഇങ്ങനെ വർക്ക് ചെയ്യാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. രാജു പറയുക, എനിക്ക് സാലറി തരുന്നതേ വർമ്മ സാറാ, അല്ലാതെ ഋതിക മേഡം ഒന്നും അല്ല. പിന്നെ ഈ രാജുവിൻ്റെ ഋതിക മേഡം. രാജു, ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. പിന്നെ എന്ത് വിളിക്കണമെന്നാ ഓപ്ഷൻ ഉണ്ടെങ്കിൽ പറ, ഞാൻ പറയാം. ഋതുക്കുട്ടീന്ന് വിളിച്ചാൽ മതി. അയ്യേ, പശുക്കുട്ടീന്നോ? പശുക്കുട്ടി ആട്ടുകുട്ടിയൊന്നും അല്ല, ഋതുക്കുട്ടി. അയ്യേ, ഇതൊരു വല്ലാത്തൊരു വിളിയാ. ഇതേ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ കേട്ടാൽ എന്തോന്ന് വിചാരിക്കും? ഞാൻ അങ്ങനൊന്നും വിളിക്കത്തില്ല. എനിക്ക് മേഡത്തിനോടുള്ള റെസ്പെക്റ്റ് എന്താണെന്ന് മേഡത്തിന് അറിയില്ല, അതുകൊണ്ടാണ് മേഡം ഇങ്ങനെയൊക്കെ പറയുന്നത്. ഋതിക ഒരു ചെറിയ പരിഭവത്തോടെ പറയാം, രാജു, ഇനി മുതലേ എന്നോട് അങ്ങനെ റെസ്പെക്റ്റ് ഒന്നും കാണിക്കണ്ട, ഞാൻ റെസ്പെക്റ്റ് കാണിച്ചോളാം. ഈ ഋതിക മേഡത്തിന് ഇത് എന്ത് പറ്റി? രാജു, ഇനി നമുക്ക് ഒരുമിച്ചിരുന്ന് ഒത്തിരി കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട് എന്നും പറഞ്ഞ് ഋതിക രാജുവിൻ്റെ അടുത്തോട്ട് ചേർന്നിരുന്നു രാജുവിൻ്റെ കൈകളിൽ ഇങ്ങനെ പിടിക്കുവാണ്. രാജു ഒന്നും മനസ്സിലാകാതെ ഒരു പൊട്ടം നിൽക്കുന്ന പോലെ നോക്കിയിട്ട് അവൻ ഋതികയുടെ കൈ അവൻ്റെ കൈകളിൽ നിന്നും എടുത്തങ്ങോട്ട് മാറ്റുവാണ്. രാജു കുറച്ചങ്ങോട്ട് നീങ്ങിയിരുന്നിട്ട് ചോദിക്കുക, എന്ത് കാര്യങ്ങളാ മാഡം പറയേണ്ടത്? അതെ, നമ്മുടെ ഭാവി കാര്യങ്ങൾ. അവരിങ്ങനെ സംസാരിക്കുമ്പോൾ മുകളിൽ നിന്ന് വേതാളവും അമ്മയും കൂടെ ഇറങ്ങി വരുന്നുണ്ട്. അംബികയും മോനും അവിടെ നിന്നുകൊണ്ട് നോക്കുവാണിങ്ങനെ എന്തുവാ ഇവർ സംസാരിക്കുന്നതെന്ന്. നമ്മുടെ രണ്ടുപേരുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും എല്ലാം അന്യോന്യം തുറന്നു പറഞ്ഞ് അഗ്രിമെന്റ് ചെയ്യണം. ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ അങ്ങനെ തന്നെ വേണം. അത് കേട്ടുണ്ട് രാജു ഒരു ഞെട്ടല്. ഭാര്യ ഭർത്താക്കന്മാരോ? എന്താ രാജു ഇങ്ങനെ ഷോക്കായിട്ട് പോലെ നോക്കുന്നത്? രാജു ഒന്നും അറിയാത്ത പോലെ എന്താ? അച്ഛൻ രാജുവിനോടൊന്നും പറഞ്ഞില്ലേ? പെട്ടെന്നാണ് രാജു അത് ഓർക്കുന്നത്. വർമ്മ സാറ് വിളിച്ചിട്ട് സംസാരിച്ചത്, ഞാൻ പറയുന്നത് നീ അനുസരിക്കുവോ, എന്ത് കാര്യം പറഞ്ഞാലും നീ അനുസരിക്കുവോ, എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ നമുക്കിതങ്ങ് ഉറപ്പിക്കാം എന്ന് പറഞ്ഞ്, അയ്യോ, അപ്പോഴെൻ്റെ കല്യാണമാണോ വർമ്മ സാർ ഉറപ്പിച്ചത്? അങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ് രാജു. അയ്യോ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞ് രാജു ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന കണ്ടുകൊണ്ട് ഋതി ചോദിക്കുക, എന്താ രാജു, എല്ലാം അറിഞ്ഞുകൊണ്ട് ഒന്നും അറിയാത്ത പോലെ എന്നെ ഫൂളാക്കുവാണോ? നമ്മുടെ രണ്ടുപേരുടെ അച്ഛന്മാർ തങ്ങളിൽ നമ്മുടെ കല്യാണം ഉറപ്പിച്ചതൊന്നും അറിയാത്തതുപോലെ. അച്ഛൻ പറഞ്ഞല്ലോ രാജു കല്യാണത്തിന് സമ്മതിച്ചെന്ന്. അംബികയും മോനും ഇങ്ങനെ കണ്ണും കാതും കൂർപ്പിച്ചിങ്ങനെ നോക്കി നിൽക്കുവാണ്, അവരെന്തോ പറയുന്നേന്നിങ്ങനെ. രാജു പറയുക, മാഡം സോറി മാഡം. വർമ്മ സാറ് ചോദിച്ചു, രാജു എന്ത് പറഞ്ഞാലും അനുസരിക്കുമോന്ന്. ഞാൻ അനുസരിക്കുമെന്നും പറഞ്ഞു. അത് മേഡത്തിനെ വിവാഹം കഴിക്കുന്ന കാര്യമാണോന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. രാജു സങ്കടത്തോടെ പറയുക, ഐ ആം എക്സ്ട്രീംലി സോറി മാഡം. പാവം ഋതികയെ അത് കേട്ടങ്ങ് തകർന്നു പോയി. ഒരു ജീവശവം കണക്ക് അവളിങ്ങനെ അവനെ തന്നെ നോക്കിയിരിക്കുവാണ്. അംബികയുടെയും മകൻ്റെയും മനസ്സിൽ ലഡ്ഡു പൊട്ടി. അവർ രണ്ടുപേരും സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. നിറകണ്ണുകളോടെ ഋതിക രാജുവിനെ നോക്കി ചോദിക്കുന്നു, രാജു എന്തോ ഈ പറഞ്ഞു വരുന്നത്? ഋതിക മാഡം എന്നോട് ക്ഷമിക്കണം, ഈ കല്യാണം നടക്കില്ല. അംബികയുടെയും മകന്റെ ആ മുഖത്ത പുഞ്ചിരി ഒന്ന് കാണണം. അയ്യോ, അംബികയ്ക്ക് ചിറകുകൾ മുളച്ചതുപോലെ പറക്കുവാണ് അംബിക ഇങ്ങനെ. മാഡം, ഈ കല്യാണം നടക്കില്ല, നടക്കാനും പാടില്ല മാഡം. ഋതിക കരഞ്ഞോണ്ട് പറയുക, രാജു ഒരിക്കൽ കൂടി രാജു എൻ്റെ ഹൃദയത്തിലിട്ട് കുത്തി. ഞാൻ അത്രയ്ക്ക് വില കുറഞ്ഞ പെൺകുട്ടിയാണോ രാജു? അമ്മയില്ലാതെ വളർന്നതുകൊണ്ട് ഞാനൊരു അനാഥ പെണ്ണാണോ രാജു? ഒരു കാവൽക്കാരനാണെന്നും പറഞ്ഞ് കൂടെ നടന്ന് എന്തിനാ രാജു എന്നെ ഇങ്ങനെ മോഹിപ്പിച്ചത്? ഇതാണോ രാജു കാവൽക്കാരൻ? ജീവിതാവസാനം വരെ കൂടെയുള്ള ആളല്ലേ കാവൽക്കാരൻ? ഋതികയുടെ ആ ചോദ്യത്തിന് ഉത്തരം പറയാനാവാതെ സങ്കടത്തോടെ ഋതിയെ നോക്കിയിട്ട് രാജു അവിടുന്ന് അങ്ങ് നടന്നു പോവുകയാണ്. സകല പ്രതീക്ഷകളും തകർന്ന്, സകല സ്വപ്നങ്ങളും തകർന്ന്, സകല മോഹങ്ങളും തകർന്ന് പാവം ഋതിയ ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ അവിടെ ഏങ്ങി ഏങ്ങി കരയുവാണ്. അത് കണ്ട് അംബികയും മകനും വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രതാപന്റെ കൂട്ടുകാരനെ അംബിക നേരത്തെ തട്ടിക്കൊണ്ടുവന്ന് ഒരു ഗോഡൌണിൽ അവളുടെ ഗുണ്ടകളുടെ കാവലിലായിട്ട് അയാളെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുവാണ്. അവരെയായിരുന്നു നേരത്തെ ഋതികയും രാജുവും കണ്ടത്. പെട്ടെന്ന് അവൾ അവിടെ നിന്ന് അവരെ മാറ്റുകയും ചെയ്തു.
അംബിക ഇപ്പൊ അവിടെ വന്നിരിക്കുവാണ്. പകുതി മയക്കത്തിലിരുന്ന അയാളെ ആ ഗുണ്ടയുടെ കയ്യിൽ നിന്ന് വലിയൊരു പത്തല് വാങ്ങി അയാളുടെ തലയ്ക്ക് അടിക്കുവാണ്. പാവം അയ്യോ എന്ന് പറഞ്ഞ് ഞെട്ടുമ്പോൾ, നീ ഉറങ്ങുമായിരുന്നോടാ എന്നിങ്ങനെ ആ രാക്ഷസി ചോദിക്കുവാണ്. ദേഷ്യത്തോടെ അയാൾ അവളെ നോക്കുന്നുണ്ട്. അത് കണ്ടിട്ട് അവള് പറയാ, നീ എന്താടാ എന്നെ നോക്കി ദഹിപ്പിക്കുവാണോ? നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലടാ. നിന്നെ ആ വിധത്തിൽ ചങ്ങലയിൽ പൂട്ടിയിട്ടാടാ ഞാൻ ഇട്ടിരിക്കുന്നത്. നിന്ന് പൊലമ്പാതെ നീ ചങ്കൂറ്റമുള്ളവളാണെങ്കിൽ എന്നെ ഒന്ന് അഴിച്ചു വിടറി, എന്നിട്ട് കാണിക്കാടി ഞാൻ ആരാന്ന്. എടാ, നിന്നെ ഞാൻ അഴിച്ചു വിട്ടാലേ നീ എന്നെ കഷ്ണം കഷ്ണമായിട്ട് മുറിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്റെ കണ്ണിൽ കത്തുന്ന ഈ പകയുണ്ടല്ലോ, കനല് പോലെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ പകയും പ്രതികാരവും കൊണ്ടേ നിനക്കിങ്ങനെ ഇരിക്കാൻ പറ്റൂ, മറ്റൊന്നിനും നിനക്ക് പറ്റില്ല. കെട്ടിയിട്ടിങ്ങനെ തല്ലുന്നതിലും ചീത്ത വിളിക്കുന്നതിലും എന്താടീ നിന്റെ അന്തസ്? നിന്നെ ഇങ്ങനെ കെട്ടി ഇവിടെ ഇട്ടിരിക്കുന്നതിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്ന് നിന്നെ ഇങ്ങനെ തല്ലുന്നതിലും ഞാൻ എത്രത്തോളം സന്തോഷം അനുഭവിക്കുന്നുണ്ടെന്ന് നിനക്കറിയാവോടാ? ഇന്ന് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നതേ എനിക്ക് കിട്ടിയ ഒരു സന്തോഷം, അത് നിനക്ക് വേദന ഉണ്ടാക്കുന്നതും നീ അത് വേദനിക്കുന്ന കണ്ട് ഞാൻ സന്തോഷിക്കാനുമാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എൻ്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വെച്ചിരുന്ന പെണ്ണാണ് ഋതിക. എൻ്റെ മകൻ അവളോട് പ്രേമമോ എനിക്ക് അവളോട് വാത്സല്യമോ ഒന്നും ഉണ്ടായിട്ടല്ല. കോടാനുകോടി സമ്പത്തിന്റെ ഉടമയായ ഒരു നിഷേധിയാണ് അവള്. അവളെ എന്തുകൊണ്ടും എനിക്ക് വേണം. അപ്പോൾ ഫ്രണ്ട്സ്, അംബികയുടെ മോശമായ സമയം അടുത്തു കഴിഞ്ഞു. അതുകൊണ്ടാണ് അവൾ ഇത്രയ്ക്കൊക്കെ അഹങ്കരിക്കുന്നത്. പത്മാവതി ഇവളുടെ ഗോഡൌണിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ ഇയാളും ഈ തടവറയിൽ രക്ഷപ്പെട്ടിട്ട് ഇത്രയും നാളും അംബിക നടത്തിയ ക്രൂരകൃത്യങ്ങളെല്ലാം പ്രതാപനെ അറിയിക്കുകയും ചെയ്യും. അങ്ങനെ പ്രതാപനും സരസ്വതിയമ്മയും പത്മാവതി എല്ലാം ചേർന്ന് അംബികയെ മകനെ അവിടുന്ന് അടിച്ച് തുരത്തും. അതിനു മുൻപായിട്ട് രാജു ഈ കല്യാണത്തിന് സമ്മതിക്കും എന്നൊക്കെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.